Electric charges Q or the small letter Q. ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ഇൻഹറൻറ്റ് ആൻഡ് ഇൻട്രൻസിക് പ്രോപ്പർട്ടി ആയിരിക്കും, പ്രോപ്പർട്ടി ഓഫ് മാറ്ററാണ്. അതേപോലെ തന്നെ ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റാണ് കൂളോംബ്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിറ്റിവിറ്റി, അതേപോലെ തന്നെ കൺസർവേഷൻ ഓഫ് ചാർജസ്, ക്വാണ്ടിസേഷൻ ഓഫ് ചാർജ് ആൻഡ് ചാർജ് ക്യാൻ എയ്തർ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. എന്താണ് അഡിറ്റിവിറ്റി പറഞ്ഞാൽ? If different charges located on system are negative Q plus 2Q, then the total charge of the system is sum of 3. So answer is 2. എന്താണ് ഡിഫറെൻറ്റ് ചാർജസ് ലൊക്കേറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിൽ ഇപ്പോൾ നെഗറ്റീവ് ക്യൂവോ അല്ലെങ്കിൽ പ്ലസ് ക്യൂ ആണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ആ സിസ്റ്റം എന്ന് പറയുന്നത് ആ ചാർജുകളുടെ സമ്മായിരിക്കും. അടുത്താണ് കൺസർവേഷൻ ഓഫ് ചാർജ്. എന്താണ്? ചാർജ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റ് നോർ ബി ഡിസ്ട്രോയിഡ് ഇൻ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം. ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ചാർജ് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ബട്ട് ക്യാൻ ട്രാൻസ്ഫർ ഫ്രം വൺ ബോഡി ടു അനദർ ബോഡി. പക്ഷേ ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ടോട്ടൽ ചാർജ് ഓഫ് ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ഓൾവേസ് റിമെയിൻ കോൺസ്റ്റൻറ്റ് എന്നും പറഞ്ഞാലും കൺസർവേഷൻ ചാർജസ് ആണ്. നെക്സ്റ്റ് ക്വാണ്ടിസേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജ് ഓൺ എ ബോഡി ഈസ് ഓൾവേസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസിക് യൂണിറ്റ് ചാർജ് ഇലക്ട്രോൺ. അല്ലെങ്കിൽ ക്യൂ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എൻ ഇ. എൻ എന്ന് പറയുന്നത് നമ്പേഴ്സാണ്, 1 2 3 ആവാം. ഇ എന്ന് പറയുന്നത് ഇലക്ട്രോൺസിൻ്റെ വാല്യൂ ആണ്. അത് വാല്യൂ എന്ന് പറഞ്ഞാൽ 1.602 × 10⁻⁻90 കൂളോംബ്. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ചാർജ് ക്യാൻ എയ്തർ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ലൈക്ക് ചാർജസ് ആണെങ്കിൽ അത് റിപ്പൽ ചെയ്യുകയും, അതായത് ഒരേ ചാർജസ് ആണെങ്കിൽ റിപ്പൽ ചെയ്യുകയും, അതേപോലെ അൺലൈക്ക് വൺസ് ആണെങ്കിൽ അട്രാക്റ്റ് ഈച്ച് അതർ, അതായത് പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ അട്രാക്റ്റ് ചെയ്യും. എന്നാൽ പോസിറ്റീവും ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവ തമ്മിൽ അട്രാക്റ്റ് ചെയ്യില്ല. നെക്സ്റ്റ് മെത്തേഡ്സ് ഓഫ് ചാർജിങ് ബോഡി 3 തരത്തിലാണുള്ളത്: കണ്ടക്ഷൻ, ഫ്രിക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ. കണ്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺചാർജഡ് കണ്ടക്ടർ ചാർജ്ഡ് ബൈ ഫിസിക്കൽ കോണ്ടാക്ട് വിത്ത് അനദർ ചാർജഡ് ബോഡിയാണ്. അത് ദിസ് ഈസ് ഡ്യൂ ടു ദ ഷെയറിങ് ഓഫ് ചാർജസ് ബിറ്റ്വീൻ ദം. ഷെയറിങ് എന്നതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന സൈസ്, ഷേപ്പ് അതുപോലെ നേച്ചർ ഓഫ് അൺചാർജഡ് കണ്ടക്ടറിന് ഡിപ്പെൻഡ് ചെയ്യുന്നു. ബോത്ത് ആർ സെയിം സൈസ് ആൻഡ് ഷേപ്പ് നേച്ചർ ആണെങ്കിൽ, അതായത് ഈ കണ്ടക്ടേഴ്സിൻ്റെ 2 കോണ്ടാക്റ്റുകളും സെയിം സൈസും ഷേപ്പും നേച്ചറൊക്കെ ആണെങ്കിൽ ചാർജ് ഈക്വലായി ഷെയർ ചെയ്യും എന്നാണ് പറയുന്നത്. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഹിയർ ഓൾസോ ഫിസിക്കൽ കോണ്ടാക്റ്റ് ആണ്. അതേപോലെ മെറ്റീരിയൽ ഷുഡ് ബി സ്യൂട്ടബിൾ ഇൻസുലേറ്റർ ആൻഡ് റബ്ബിംഗ് ടുഗദർ പ്രൊഡ്യൂസ് ചാർജസ് ഓൺ ദം. ഇൻസുലേറ്റേഴ്സും തമ്മിൽ, മെറ്റീരിയലായ ഇൻസുലേറ്റേഴ്സ് തമ്മിൽ, സ്യൂട്ടബിളായ ഇൻസുലേറ്റേഴ്സ് തമ്മിൽ റബ്ബ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ചാർജ് ഉണ്ടാകുന്നത്. ഡ്യൂറിങ് റബ്ബിംഗ് ദ തെർമൽ എനർജി ജനറേറ്റ് വിൽ റിമൂവ് ഇലക്ട്രോൺസ് ഫ്രം വൺ അക്വയർ പോസിറ്റീവ് ചാർജ് ആൻഡ് അനദർ കളക്റ്റഡ് ഇലക്ട്രോൺസ് അക്വയർ നെഗറ്റീവ് ചാർജ്. ചാർജ് ഓൺ ദ ബോഡി ആർ ഡിഫറെൻറ്റ്. എന്താണ് അപ്പോൾ ഡ്യൂറിങ് റബ്ബിംഗ്, അതായത് റബ്ബിംഗ് ചെയ്യുന്ന സമയത്ത് തെർമൽ എനർജി എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യും. എന്തിനെ? ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യും. അങ്ങനെ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ പോസിറ്റീവ് ചാർജും മറ്റേ സൈഡിൽ നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺസും കളക്ട് ചെയ്യും. അപ്പോൾ എന്താ ഉണ്ടാവുക? സ്വാഭാവികമായിട്ട് ബോഡിയിലെ ചാർജ് തമ്മിൽ ഡിഫറൻസ് ആയിരിക്കും. ഇനി അടുത്തതാണ് ഇൻഡക്ഷൻ. ചാർജ് ഓൺ എ ബോഡി ഇൻഡ്യൂസ് ചാർജ് ഓൺ അനദർ ബോഡി ആൻഡ് ദർ ഈസ് നോ ഫിസിക്കൽ കോണ്ടാക്ട് ബിറ്റ്വീൻ ദം. ദ ചാർജസ് ഇൻഡ്യൂസ്ഡ് ബോഡി ഷുഡ് ബി എ കണ്ടക്ടർ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡക്ഷൻ്റെ സ്റ്റെപ്പാണ്. 2 കണ്ടക്റ്റിംഗ് ബോഡീസ് തമ്മിൽ യോജിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ പ്ലേസിങ് എ പോസിറ്റീവ് ചാർജ് റോഡ് നിയർ ഇറ്റ് അട്രാക്ട് നെഗറ്റീവ് ഇലക്ട്രോൺസ്. എന്താണ്? ആ നെഗറ്റീവ് സൈഡ്സിൻ്റെ അവിടെ ഒരു പോസിറ്റീവ് ചാർജുള്ള റോഡ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് ചാർജ് മറ്റേ ഇതിൻ്റെ സൈഡിലും നെഗറ്റീവ് ചാർജ് ഇപ്പുറത്തെ സൈഡിലും എൻ്റെ സൈഡിലും വരും. ആൻഡ് ഇത് രണ്ടും കൂടി സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. രണ്ടും കൂടി സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ റോഡ് മാറ്റുന്ന സമയത്ത് എന്തുണ്ടാകും? നെഗറ്റീവ് ചാർജ് എയിലെയും പോസിറ്റീവ് ചാർജ് ബിയിലെയും അട്രാക്റ്റ് ചെയ്തിട്ട് ക്ലോസ് ആകും. പക്ഷേങ്കിൽ ഈ സെപ്പറേഷൻ ബോഡി, അതായത് രണ്ടും കൂടി സെപ്പറേറ്റ് ആയതൊരിക്കലും അത് യോജിക്കില്ല. ആൻഡ് എ ആൻഡ് ബി സെപ്പറേറ്റ് കുറ്റ പാർട്ട്
അത് കഴിഞ്ഞിട്ട് എന്തുണ്ടാവും? അപ്പോൾ നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും ഈ എയിലും ബിയിലും കൂടി ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതാണ് എന്തുണ്ടാകുന്നത്? ഇൻഡക്ഷനിൽ സംഭവിക്കുന്നത്. നെക്സ്റ്റ് എർത്തിങ് ആൻഡ് ഗ്രൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫറിങ് ഓഫ് ഇലക്ട്രോൺ ടു ദ സർഫസ് എർത്ത് ബൈ കണ്ടക്റ്റീവ് വയർ. ഒരു കണ്ടക്റ്റീവ് വയറിൻ്റെ സഹായത്താൽ എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ സർഫസിലേക്ക്, അതായത് എർത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? എർത്തിങ് എന്ന് പറയുന്നത്. അതിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്, അതേപോലെ സ്റ്റെപ്പ് വൈസ് ആയി തന്നിട്ടുണ്ട്.